സ്വയം ഭഗവാൻ മാനവകുലത്തിന് കൊടുത്ത അറിവ്, സമസ്ത നന്മയുടെയും ഉറവിടമായ ഭഗവാൻ തൻ്റെ ഭൂമിയെ, തൻ്റെ ഈ കുരുക്ഷേത്രത്തെ, തൻ്റെ ഈ കർമ്മക്ഷേത്രത്തെ കൗരവരുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ദേവതകൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയം, അതിനുവേണ്ടി ഭഗവാൻ കൊടുത്ത അറിവാണ് ഗീതാജ്ഞാനം. മന്ത്രവടി കൊണ്ട് ഏതെങ്കിലും ദൈവം ഈ ഭൂമിയെ സ്വർഗമാക്കിയിരുന്നെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഈ ലോകം പറയാറില്ലേ, നോ വർക്ക് നോ ലക്ക്. തപസ്, യുദ്ധം, ഇതിൽ കൂടെ മാത്രമേ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുള്ളൂ. ഈ തപസ്സും യുദ്ധവും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ കാലം നമ്മുടെ ആത്മാവിലുണ്ടാക്കിയ ഈ അഴുക്ക്, ഈ അഴുക്കുള്ളിടത്താണ് രോഗാണുക്കൾ. അവിടെയാണ് രോഗങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ. ഈശ്വരൻ നമ്മൾ വൈദ്യനാഥൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഭഗവാൻ പറയാണ്, ഞാൻ മരുന്ന് നൽകാം. തപസ് ചെയ്യണം, യുദ്ധം ചെയ്യണം. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പുറമേയുള്ള സുഖത്തിന് വേണ്ടി പോകുന്ന മനസ്സ് സ്വൽപ്പ സുഖവും അനേക ക്ലേശങ്ങളുമാണ് നമുക്ക് തരുന്നത്. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനസ്സിൻ്റെ പുറമേയുള്ള സുഖത്തിൻ്റെ അതിലേക്കുള്ള ആ പ്രവാഹത്തെ ഒന്ന് തടുത്തു നിർത്താൻ നമ്മളൊരു തപസ് ചെയ്യണം. ബലാത്കാരമായിട്ട് നമ്മളെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ഈ വിഷയ വികാരങ്ങളെ ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ എടുത്ത് ദൃഢമായ ലക്ഷ്യം വച്ച് നമ്മളതിനെ കീഴ്പ്പെടുത്തണം. ഈ യുദ്ധം ഭഗവാൻ നമ്മളോട് പറഞ്ഞപ്പോൾ അവിടെ വ്യാസമഹർഷി കാണിക്കാണ്, ധീരനായ അർജുനൻ പോലും വരണ്ടുപോയി. സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണ്? ബാഹ്യലോകത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണ്? കൂട്ടക്കുരുതി. ഭഗവത്ഗീതയുടെ 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗത്തിലെ ആ കൂട്ടക്കുരുതി ഈശ്വരൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അർജുനന്. കാലോസ്മി ലോക ക്ഷേകർ പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്ത. ഞാൻ കാലനാണ്, ഞാൻ ചുട്ടുകരിക്കും. ഈ ലോകം എരിയാൻ പോകാണ്. ഈ ലോകം ഈശ്വരൻ പറയാണ്, അർജുന ഇത് കത്താൻ പോകാണ്. ആ കത്തുന്ന ലോകത്തിലെ കത്തിച്ചാരമായി പോകുന്ന മനുഷ്യ ശരീരങ്ങളെ കണ്ടിട്ട്, ദൈവമേ, അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ബന്ധുക്കളും എൻ്റെ ഗുരുജനങ്ങളുമാണ്. പിതൃക്കള്, പിതാമഹന്മാര്, അനന്തരവന്മാര്, അമ്മാവന്മാര്, ഗുരുക്കന്മാര്, ഇവരെല്ലാം കണ്ട് ഇവരെല്ലാം പോകുമോ? ഇവരെല്ലാം മരിച്ചിട്ട് എനിക്ക് എന്തിന് സ്വർഗം? എനിക്ക് 3 ലോകത്തിന്റെ ആധിപത്യം പോലും ആവശ്യമില്ല. സൈന്യത്തിന്റെ നടുക്ക് നിർത്തിയിട്ട് ഭാവി കാണിച്ചു കൊടുക്കാണ്. സംഭവിക്കാൻ പോകുന്നത് കൂട്ടക്കുരുതിയാണ്. അത് ആർക്കും തടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കൂട്ടക്കുരുതിയിൽ എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം മരിച്ചതിന് ശേഷം അങ്ങ് പറയുന്ന സ്വർഗമോ ദൈവരാജ്യമോ സത്യവുമോ എനിക്ക് വേണ്ടെന്നേ. ഭഗവാൻ പറഞ്ഞു, നീ ചെയ്തില്ലെങ്കിൽ ഇത് നടക്കുമല്ലോ. അപ്പൊ പിന്നെ നിനക്കത് ചെയ്തുകൊണ്ടുള്ള ലാഭം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അർജുനൻ പറഞ്ഞു, എനിക്കൊരു ലാഭവും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. തകർന്ന് തരിപ്പണമായി അർജുനൻ ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞ് പറഞ്ഞു, ദൈവമേ, എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോ ഭഗവാനല്ലേ വന്ന് നിൽക്കുന്നത്, ഭഗവാൻ എന്നെ പറ്റിക്കില്ല എന്നറിയാം. പക്ഷേ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഈ ഗീത വായിക്കുമ്പോഴും പ്രഭാഷണം കേൾക്കുമ്പോഴൊക്കെ രസം വരും. പക്ഷെ ആ രസത്തിന്റെ നാളുകളല്ല വരുന്നത്. ഈ കേൾവിയുണ്ടല്ലോ, കർണരസമൊക്കെ അങ്ങ് തീരാൻ പോകാണ്. പുസ്തകങ്ങളും പ്രഭാഷണങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ പോണില്ല. സംഭവിക്കാൻ പോകുന്നത് നഗ്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒരു കൂട്ടക്കുരുതിയിൽ കിടന്ന് എരിപിരി കൊള്ളാൻ പോകാണ്. നമ്മളും
ഒന്ന് മനസ്സിന്റെ ഭാവനയിൽ കണ്ടു നോക്കുക ആ മഹാഭാരത യുദ്ധക്കളം. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ അണുബോംബ് ഫ്രിഡ്ജിൽ വെക്കാനോ ഒന്നുമല്ല, ഇത് കടലിൽ കൊണ്ടേ കളയൊന്നും വിചാരിക്കേണ്ട. കാലാനുസൃതമായി ഉണ്ടാകിയ ഈ മൊസലങ്ങള്, ഈ മിസൈലുകളും ഈ അഗ്നയാസ്ത്രങ്ങളെല്ലാം ഉപയോഗിക്കും. മനുഷ്യന് ഭ്രാന്ത് കൂടിക്കൂടി വരാൻ നമുക്കറിയാമല്ലോ. എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഭഗവാൻ നമ്മളോട് പറയണത് ഇത് സംഭവിക്കും. അപ്പൊ ഇത് സംഭവിക്കുന്ന ഏതാണ്ട് ബോധ്യമുണ്ട് അർജുനനെ. പക്ഷെ ഈ ഭഗവാൻ പറയുന്ന കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് ഈ വികാരങ്ങൾ ജയിക്കാൻ സാധിക്കുമോ? ഇനി ഞാനിതൊക്കെ ജയിച്ചാൽ തന്നെ ഇവിടെ വരാൻ പോകുന്ന ഇതൊക്കെ മരിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? വല്ലാത്തൊരു പ്രതിസന്ധിയാണ് വ്യാസമഹർഷി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധി നഗ്ന യാഥാർത്ഥ്യവും കൂടിയാണ്. ഇതൊരു കഥയുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധിയല്ല, യാഥാർത്ഥ്യമുള്ളൊരു പ്രതിസന്ധിയാണ്. നമ്മളെല്ലാം എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ അർജുനൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ യുദ്ധം ചെയ്യൂല, ഞാൻ ഇനി യുദ്ധം ചെയ്യാൻ പോണില്ല എന്നും പറഞ്ഞ് എല്ലാം വച്ചിട്ട് ഭഗവാന്റെ കാൽക്കലിരുന്നു. പിന്നെ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് ശരിയായതൊന്ന് പറഞ്ഞു തരണേ, എൻ്റെ ബുദ്ധിക്ക് ആകെ ഭ്രമം പറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് ശരിയായതൊന്ന് പറഞ്ഞു തരണേ. ആ ഒരു സമർപ്പണവും ആ ഒരു അപേക്ഷയുമാണ് നമുക്കിന്ന് ആവശ്യം. കാര്യം പിടികിട്ടുന്നില്ല എന്ന് ദൈവത്തിനോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അവിടെ ഈശ്വരൻ ഉപയോഗിച്ച, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. അതെല്ലാം വ്യാസമഹർഷി അതിമനോഹരമായി കാച്ചിക്കുറുക്കി ഉപയോഗിച്ചിരിക്കുകയാണ്. കുതസ്ത്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗമകീർത്തികരമർജുന. നമ്മളോടുള്ള ചോദ്യമാണ്, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പൗരുഷത്തോടുകൂടി യുദ്ധം ചെയ്യേണ്ട ഈ സമയത്ത് എവിടെ നിന്ന് വന്നടാ ഈ വിവരക്കേട്? ലോകം ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് പരിഹാരം എന്താണ് ലോകത്തിനറിയില്ല. രാജ്യം ഭരിക്കുന്ന നേതാക്കള് ഇന്നത്തെ ഈ പ്രവണതയനുസരിച്ച് അവർക്ക് ആയുധം ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂല. അഹിംസ പരമധർമ്മം എന്നും പറഞ്ഞ് ഇന്ത്യ ഭരിക്കുന്നവര് നമുക്ക് ആയുധമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വന്ന് കീഴടക്കും. അവരെല്ലാം നിസ്സഹായരാണ്, അവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതില് ഈ മതനേതാക്കന്മാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരേ ഗ്രന്ഥത്തിലും ഒരേ പ്രവാചകനിലും വിശ്വസിക്കുന്നവർ പോലും റോഡിൽ കിടന്ന് ഏറ്റുമുട്ടുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കൂ, ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്നെല്ലാം നമ്മുടെ മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ വഴിയിൽ കിടന്ന് വിശ്വാസികൾ തമ്മിൽ അടിക്കേണ്ട ഒരു സ്ഥിതി ഈ സാത്താൻ ഉണ്ടാക്കിയെടുത്തു. എല്ലാ മതങ്ങൾക്കും ഈ ചുതി സംഭവിച്ചിട്ടുണ്ട്. ഭയാനകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തില് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാലമുണ്ടാക്കിയ ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കും? ഭഗവാൻ പറയുന്നത് നിന്റെ അകത്തെ അഴുക്ക് ഇല്ലാണ്ടാക്കണം. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം ഭഗവാൻ ആവശ്യപ്പെട്ടിട്ട് പോലും ഭക്തൻ ഭഗവാനോട് പറയാണ് ഞാനിത് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ധിക്കാരമാണ്, എന്തൊരു വിവരമില്ലായ്മയാണ്. പക്ഷെ അർജുനന്റെ ജീവാത്മാവിന്റെ ആ നിസ്സഹായ അവസ്ഥ ഈശ്വരന് അറിയാം. അതുകൊണ്ട് ഭഗവാൻ മന്ദസ്മിതം പൂകിയാണ് സംസാരിക്കുന്നത്. വ്യാസമഹർഷി അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അർജുനൻ കരഞ്ഞപ്പോൾ ഭഗവാൻ കരയാനൊന്നും പോയില്ല. ഇനി അർജുനന്റെ പ്രയാസവും അർജുനന്റെ രോഷമൊന്നും കണ്ടിട്ട് ഭഗവാൻ രോഷമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അർജുനനോട് ഇത്തിരി ഗൗരവമായിട്ടാണ് ഭഗവാൻ ചോദിച്ചത്, എവിടെ നിന്നും വന്നു അർജുന ഈ വിവരമില്ലായ്മ? ഇനി ആ വിവരമില്ലായ്മയിൽ നിന്നുണ്ടായ ഒളിച്ചോട്ടത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നതോ അനാര്യജുഷ്ടമസ്വർഗമകീർത്തികരമർജുന. ആര്യന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക്, തൻ്റെ ഇടമുള്ളവർക്ക് യോജിക്കാത്തതാണ് നിന്റെ ഈ ഒളിച്ചോട്ടം. പിതാവേ ശിവനേ പരഗതിയേകും ശിവനേ പരമസ്വരൂപനേ
പരമപിതാവേ ശിവനേ. പാരിലൊരീശൻ പരമശിവൻ, പാരിന്റെ ദീപമാം ജ്യോതിശിവൻ. പാരിലൊരീശൻ പരമശിവൻ, പാരിന്റെ ദീപമാം ജ്യോതിശിവൻ. സൃഷ്ടി നാടകത്തിൽ പരമനായകൻ, സൃഷ്ടിയിൽ നീ ത്രിമൂർത്തി ശിവൻ. സൃഷ്ടി നാടകത്തിൽ പരമനായകൻ, സൃഷ്ടിയിൽ നീ ത്രിമൂർത്തി ശിവൻ. പരമപിതാവേ ശിവനേ, പരഗതിയേകും ശിവനേ, പരമസ്വരൂപനേ ശിവനേ, പരമം നിൻ പദം ശിവനേ. പരമപിതാവേ ശിവനേ. നാദം രചിച്ചോരീശൻ ശിവൻ, നാദമുരളിയേകും ജ്ഞാനശിവൻ. നാദം രചിച്ചോരീശൻ ശിവൻ, നാദമുരളിയേകും ജ്ഞാനശിവൻ. സൃഷ്ടിചക്രത്തിൽ സംഗമവരദൻ, സൃഷ്ടിയിൽ നീ പരമഗുപ്തരൂപൻ. സൃഷ്ടിചക്രത്തിൽ സംഗമവരദൻ, സൃഷ്ടിയിൽ നീ പരമഗുപ്തരൂപൻ. പരമപിതാവേ ശിവനേ, പരഗതിയേകും ശിവനേ, പരമസ്വരൂപനേ ശിവനേ, പരമം നിൻ പദം ശിവനേ. പരമപിതാവേ ശിവനേ, പരഗതിയേകും ശിവനേ, പരമസ്വരൂപനേ ശിവനേ, പരമം നിൻ പദം ശിവനേ. പരമപിതാവേ